കൂട്ടുകാരെ, അപ്പം നമുക്ക് അടുത്തത് ചിക്കൻ വറക്കാം. എനിക്ക് ചിക്കൻ കാണുമ്പോൾ നമ്മുടെ ബോയും ബോയും സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ ചിക്കൻ ഉണ്ടാക്കില്ലേ, ആ ഒരു സിറ്റുവേഷനാണ് എനിക്ക് ഓർമ്മ വരിക. അപ്പോൾ ഞാൻ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ഒരു അക്ക എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏകദേശം ഞാൻ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ പറയാം. ആർക്കും ഉണ്ടാക്കാം. എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. സിമ്പിളാണ്. ഇപ്പോൾ കോൺഫ്ലവർ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാല ഇതെല്ലാം ചേർത്തിട്ട് അതിന് ശേഷം പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഇത്തിരി തൈര് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ തക്കാളി, ഇതെല്ലാം കൂടി ഒന്ന് അരയ്ക്കുക. അരച്ചിട്ടൊരു 10-15 മിനിറ്റോളം നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ അത് തിരിച്ചെടുത്തിട്ട് നല്ലൊരു ചട്ടി ചൂടാക്കുക. അതിലേക്ക് നല്ല ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നിരത്തി അങ്ങോട്ട് വയ്ക്കുക. കുറച്ച് വേപ്പിൻ്റെ ഇലയും ഒന്ന് ഇട്ടോളൂ കേട്ടോ, എന്നാലും നല്ലൊരു സ്മെല്ലൊക്കെ ഒന്നും കൂടി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഏകദേശം സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ചിക്കൻ വറുക്കുമ്പോൾ വീട്ടിലെല്ലാവരും പറയും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഏറ്റവും ഇഷ്ടം പിള്ളേർക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിക്കൻ ഫ്രൈ. അപ്പോൾ നമുക്ക് എല്ലാവരോടും ഒരു അഭിപ്രായമൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ തിന്നണ ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞാൽ എപ്പോൾ പോയാലും ഞാൻ കഴിക്കാണ്ട് അക്കരെ കടയിൽ നിന്ന്. അപ്പോൾ ഏകദേശം ആ ഒരു ടേസ്റ്റിൽ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് നമ്മുടെ അഭിപ്രായം നമ്മുടെ പിള്ളേരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. അവർ സത്യാവസ്ഥ എന്താണെന്ന് പറയൂട്ടാ. അപ്പോൾ നമുക്ക് നമ്മുടെ പിള്ളേരുടെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് വേഗം ചോദിക്കാം. എത്ര മാർക്ക് ഉണ്ട് ബേബിക്ക്? എത്ര ഉള്ള ആ ചിക്കൻ്റെ കാലൊക്കെ എടുത്ത് കഴിക്കും. അടിച്ചു വലിച്ച അങ്ങട് എൻ്റെ ചിക്കൻ. മൗഗു എങ്ങനെയുണ്ട്? സൂപ്പർ.